ഹായ് വെൽക്കം ടു സ്പോട്ടിക്സ്. എങ്ങനെ ഒരു എ പി ഐ ടെസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് എ പി ഐ ടെസ്റ്റ് ചെയ്യാൻ എന്ത് ടൂൾ വേണം, അല്ലെങ്കിൽ എങ്ങനെ എ പി ഐ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. പോസ്റ്റ്മാനെ കുറിച്ചിട്ടൊരു പെട്ടെന്ന് എങ്ങനെ ചെയ്ത് പോകുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആണ്. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എ പി ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ ആണ്. പോസ്റ്റ്മാനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, postman.com. അപ്പോൾ എനിക്ക് ഇവരെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും എന്തിനാണ് പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് പറഞ്ഞാൽ എ പി ഐ ക്ലയൻസ് ചെക്ക് ചെയ്യാൻ, അതുപോലെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് പർപ്പസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ എ പി ഐസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്തിട്ട് ജസ്റ്റ് പോസ്റ്റ്മാൻ ഗൂഗിൾ ചെയ്തതിന് ശേഷം അത് ഫസ്റ്റിലുള്ള അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ ഡൗൺലോഡ് പോസ്റ്റ്മാൻ ഉണ്ട്. ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യണ കാരണം എൻ്റെ വിൻഡോസിൻ്റെ ഇതാണ് വരുന്നത്. ലിനക്സ് ആണെങ്കിലും ഇത് മാക് OS ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ല, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തുള്ള പോസ്റ്റ്മാൻ ജസ്റ്റ് ബിഗിനർ ലെവലിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൽ പോസ്റ്റ്മാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എ പി ഐ ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു ടൂളായിട്ടാണ് അവർ കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. വല്ല അസിസ്റ്റിംഗ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇതിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ എ പി ഐസിന് ഓരോ കളക്ഷൻസ് വേണമെങ്കിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് വെറുതെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എല്ലാ എ പി ഐസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ എന്ന് ക്രിയേറ്റ് ചെയ്തു. ഈ സാമ്പിളിൻ്റെ അണ്ടറിൽ നമുക്ക് ഇനി എ പി ഐസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 0 റിക്വസ്റ്റ് ആണ്, കാരണം നമ്മുടെ എ പി ഐസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ഹോം പേജ് ആണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഒരു പുതിയ എ പി ഐ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എ പി ഐ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഒരു എ പി ഐ വേണമല്ലോ. അപ്പോൾ എ പി ഐസിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ തന്നെ ജെയ്സൺ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ജെയ്സൺ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പി എസ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ആണ്. അപ്പോൾ നമുക്ക് ലോക്കലായിട്ട് റൺ ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് എ പി എസ് ആണ് അവരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ ജസ്റ്റ് പോസ്റ്റ് അങ്ങനെ കുറച്ച് ഒരു നോർമലായിട്ട് വരുന്ന എ പി എസ് ആണ് ഇപ്പോൾ അവരോട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എ പി എടുത്തു. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഗെറ്റ് മെത്തേഡ് എ പി ആണിത്. ഓക്കെ, ഇത് ഗെറ്റ് മെത്തേഡ് എ പി എസ് ആണ്. അപ്പോൾ ഗെറ്റ് മെത്തേഡ് എ പി ഐ കൊണ്ട് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആ ഒരു പേജിൽ ലോഡ് ചെയ്ത് വരുന്ന റെസ്പോൺസ്. പക്ഷേ ഇത് നമുക്ക് പോസ്റ്റ്മാനിലാണ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് മെത്തേഡ് മാത്രമല്ല, മെത്തേഡ്സിനെ കുറിച്ച് ഞാൻ പോസ്റ്റ്മാനിൽ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഒരു എ പി ഐ കോപ്പി ചെയ്യാണ്. ഈ ഒരു എ പി ഐയുടെ ലിങ്ക് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തൊരു കോപ്പി ലിങ്ക് കോപ്പി ചെയ്തു. ഇവിടെ നമുക്ക് കൊടുക്കുന്ന പോസ്റ്റ്മാനിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാൻ മതി. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഞാനിവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ എ പി ഐയുടെ റെസ്പോൺസ് ഇവിടെ പോസ്റ്റ്മാനിൽ എനിക്ക് വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ പോസ്റ്റ്മാനിലായിട്ട് റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ വേറെ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ റിക്വസ്റ്റുള്ള കാര്യം പറഞ്ഞല്ലോ, എ പി ഐ മെത്തേഡ്സ്. ഈ മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് എ പി ഐ മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, പാച്ച്, ഡിലീറ്റ്, അങ്ങനെ ഒരുപാട് എ പി ഐ മെത്തേഡ്സ് ഉണ്ട്. കോമൺലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പുട്ടും ഡിലീറ്റും ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഇൻ കേസ് നോർമലി ഒരു ലോ ലെവൽ യൂസ് ആണ്. അതുപോലെ പോസ്റ്റും ഗെറ്റാണ് മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യാറ്. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഹിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിന് റെസ്പോൺസ് വന്നു. ഇനി അതേപോലെ തന്നെ ഈ ടൂളിൽ നമുക്കൊന്ന് ഫുള്ളി ഒന്ന് ഓവർവ്യൂ ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എ പി എസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര എ പി എസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതേപോലെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എ പി ഐ മാത്രമുള്ള കാരണം ഇത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുന്ന പറഞ്ഞാൽ പാരാംസ് ആണ്. നിങ്ങളിപ്പോൾ എ പി ഐയുടെ യു ആർ എൽ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഒരു യു ആർ എൽ ആണ് ഉണ്ടാവുക. പാരാംസ് എന്ന് പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പാരാംസ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് കുറച്ചൊന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടും. ഞാനിവിടെ നമ്പർ എന്ന് പറയുന്ന സാധനം കൊടുത്തു, അതിൻ്റെ ഒരു വാല്യൂ കൊടുത്തു. ഇവിടെ കീസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ഇവിടെ വാല്യൂ ആണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, പക്ഷേ ഇവിടെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ നമ്പർ ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും പാരാംസ് എന്ന് പറഞ്ഞാൽ യു ആർ എൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്ന ഒരു സാധനത്തിനാണ് പാരാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ വന്നു. എനിക്കിതിവിടെ ചെക്ക് ബോക്സ് ചെയ്യാം, ആഡ് ചെയ്യാം, ഇത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നെയിം എന്ന് പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നെയിം അവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ നെയിം ആണെങ്കിൽ ടൈപ്പ് ചെയ്താൽ ആ നെയിം അവിടെ വരും. ഓക്കെ, ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും മൈ നെയിം എന്ന് അടിച്ചു കഴിഞ്ഞാലും അത് അവിടെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പോസ്റ്റ്മെയിലിൽ നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അതേപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ഓതറൈസേഷൻ. ഇത് ഓതറൈസ്ഡ് പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് നിങ്ങൾ കീസ് നോക്കുക.
കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ പി ഐയിൽ ഹെഡർ എന്ന് പറഞ്ഞ പാർട്ട് ഉണ്ട്. എ പി ഐക്ക് പല രീതിയിലാണ് വരുന്നത്. ഒന്ന് ഹെഡർ ഉണ്ട്, ബോഡി ഉണ്ട്, അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്, റെസ്പോൺസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഭാഗം ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് റിക്വസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ബോഡി കുക്കീസ് ഈ ഭാഗത്ത് വരുന്നത് റെസ്പോൺസ് പാർട്ടാണ്, ഈ അടിഭാഗം. ഓക്കെ, അത് എപ്പോഴും മൈൻഡിൽ വെക്കണം. ഇത് റിക്വസ്റ്റ് പാർട്ടാണ്. അപ്പോൾ റിക്വസ്റ്റ് പാർട്ടിൽ നമ്മൾ എ പി ഐ ഹിറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എ പി ഐയുടെ റെസ്പോൺസ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ റെസ്പോൺസ് പാർട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹെഡർ പറഞ്ഞ ഹെഡറിൽ നമുക്ക് എന്തെങ്കിലും കീസ് എന്തെങ്കിലും പാസ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ഹെഡർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ടോക്കൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ടോക്കൺസ് ജസ്റ്റ് ഇവിടെ കൊടുക്കും. എന്നിട്ട് ടോക്കൺ നെയിം എന്തെങ്കിലും വേറെ ടോക്കൺ ആണെങ്കിൽ വേറെ ജസ്റ്റ് ടോക്കൺ ആയിരുന്നെന്ന് വെച്ചാൽ അത് അവിടെ മെൻഷൻ ചെയ്യും. ഈ ഞാൻ ടോക്കൺ അടിച്ചിട്ടുള്ളൂ, അത് എന്ത് വേണമെങ്കിലും ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ യു ആർ എൽ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ അത് എ പി ഐയുടെ റിക്വസ്റ്റിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോഡിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഫോളോ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് വെറുതെ ചെക്ക് ബോക്സ് ഡിസേബിൾ ചെയ്യാണ്. പിന്നെ വരുന്നതാണ് ബോഡി. എ പി ഐയിൽ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. റിക്വസ്റ്റിൽ എന്ത് കൊടുക്കണം, നമ്മൾ യൂസറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എന്ത് കൊടുക്കണം എന്നുള്ളതാണ്. മോസ്റ്റ്ലി ബോഡി ഡാറ്റ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെത്തേഡിനാണ് എ പി എസിനാണ് ബോഡിയിലെ എലമെന്റ് വരിക. ഓക്കെ, നമ്മൾ വെറുതെ ഗെറ്റ് മെത്തേഡിൽ നമ്മൾ ബോഡിയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ യു ആറിൽ മെൻഷൻ ചെയ്ത് റെസ്പോൺസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോഡിയിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. ബോഡിയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നണ്ണാണ്. ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ വരുന്ന ഫോം ഡാറ്റ ആണ്. ഫോം ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ HTML ഫോംസ് ഉണ്ടാവുമല്ലോ, സാധാ HTML ഫോമിൽ കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ കൊടുക്കണം അതേ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫോം ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ നെയിം, ആ നെയിമിന്റെ വാല്യൂ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് വീണ്ടും നെയിം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ആ നെയിമിന്റെ വാല്യൂ അവിടെ കൊടുക്കാം. ഇപ്പോൾ ഏജ്, അങ്ങനെ പല കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫോം ഡാറ്റ. ഇതേ ഫോം ഡാറ്റ തന്നെ നമുക്ക് ഇവിടെ WW ഫോം URL എൻകോഡഡ്. ഇത് ജസ്റ്റ് ഒരു ഫോം ഡാറ്റയുടെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് സാധനമാണ്. അതേപോലെ തന്നെ വരുന്നതാണ് റോ. റോയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ റോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റോ ഡാറ്റയാണ്, നിങ്ങൾക്ക് തന്നെ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അതിനാണ് ഈ റോ വരുന്നത്. ഇപ്പോൾ റോയിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ചെയ്ത് ഡാറ്റ വേണമെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡീഫോൾട്ട് എടുക്കുന്നത് ടെസ്റ്റ് ആയിരിക്കും. കൂടുതലും ഞാനും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളതാണ് ജെയ്സൺ ഡാറ്റാസ് ഒക്കെ സെൻഡ് ചെയ്യാനാണ്. ഇപ്പോൾ ജെയ്സൺ ഡാറ്റ വരുമ്പോൾ ജെയ്സൺ ഡാറ്റ ഇവിടെ അടിക്കുക. ഇപ്പോൾ നമ്മളവിടെ നെയിം കൊടുത്ത പോലെ തന്നെ നെയിം ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെയിമും കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ഡാറ്റ കൊടുത്തതാണ്. അതേപോലെ പല കാര്യങ്ങളും അതേപോലെ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോം ആണെങ്കിൽ ഫോം ഡാറ്റ ആയിട്ട് നമുക്ക് ഇവിടെ പാസ് ചെയ്യാം, അല്ല റോ ആണെങ്കിൽ റോ ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫോം ഡാറ്റയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജസ് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എന്ന് പറഞ്ഞ ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു എ പി ഐയുടെ ടെസ്റ്റിംഗ് ടൂളാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എ പി ഐ യൂസ് ചെയ്യണം ഇതിനെ കുറിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രീ റിക്വസ്റ്റ് ഇതാണ്, സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റ്, എന്തെങ്കിലും എ പി ഐ ഹിറ്റ് ചെയ്യാണ്ട് മുമ്പ് നടക്കുന്ന സ്ക്രിപ്റ്റ്, അങ്ങനത്തെ എന്തെങ്കിലും സ്ക്രിപ്റ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഓട്ടോമേറ്റഡ് സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ സെറ്റിംഗ്സ്, എ പി ഐ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ട് സെറ്റിംഗ്സ്, SSL ഓഫ് ചെയ്യണോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് അത് സെറ്റ് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം. ഇത് കൂടുതൽ നിങ്ങൾ ഡെവലപ്മെന്റിൽ ആരും അധികം ബോധർ ചെയ്യില്ല. കൂടുതൽ ആൾക്കാർ ബോധർ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ബോഡി, അതുപോലെ ഹെഡർ, പാരാംസ്. സോറി, ഞാൻ ഇവിടെ റോസ് കഴിഞ്ഞിട്ട് ബാക്കി ബൈനറി പറയുന്നുണ്ട്. ബൈനറിയിൽ എന്ന് പറഞ്ഞാൽ ഫയലുകൾ സെൻഡ് ചെയ്യാനാണ്. ഫയൽ എന്ന് പറഞ്ഞാൽ ബൈനറി എന്ന് പറഞ്ഞാൽ ഒരു ഫയലായിട്ട് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാഫ് ക്യൂൽ വരുന്നുണ്ട്. ഗ്രാഫ് ക്യൂൽ എന്ന് പറഞ്ഞാൽ അതിന് ക്വറി ഉണ്ടാവും, ഗ്രാഫ് ക്യൂൽ വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ക്വറി എന്താണെന്ന് വെച്ചാൽ ക്വറി ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ വേരിയബിൾ എന്ന് വെച്ചാൽ അവിടെ പാസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ സ്കീംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് അവിടെ വേറെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്വസ്റ്റ് പാർട്ട്. നമുക്ക് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ടൊരു API വേണമല്ലോ, നമുക്ക് ഇവിടെ ഡാറ്റ എന്തെങ്കിലും കൊടുത്ത് പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം ജേസൺ പ്ലേസ് ഹോൾഡറിൽ തന്നെ പോയിട്ട് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഏതെങ്കിലും APIs എനിക്ക് വേണ്ടി ഉണ്ടോന്ന്. ഇവരെ ഇതിലിപ്പോൾ ഗെറ്റ് മെത്തേഡുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി ഒരു പോസ്റ്റ് മെത്തേഡ് നോക്കാം. ഓക്കെ, പോസ്റ്റ് മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് മെത്തേഡിൽ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് URL കോപ്പി ചെയ്തു പോസ്റ്റ് മെത്തേഡിൻ്റെത്. അപ്പോൾ ഞാനത് എടുത്തു, എന്നിട്ട് ഞാൻ വീണ്ടും പോസ്റ്റ്മാനിൽ വരികയാണ്. ഇത് ഓൾറെഡി പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അവർ പോസ്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത ഡാറ്റ അതിന് കറസ്പോണ്ട് ചെയ്തിട്ടൊരു ID വന്നു, മനസ്സിലാവും. ഇപ്പം ഞാൻ കൊടുത്ത നെയിം എന്താണെന്ന് വെച്ചാൽ നെയിം കൊടുത്തു, അതിനനുസരിച്ച് റെസ്പോൺസ് വന്നു. അപ്പോൾ അത് ഒരു റെസ്പോൺസ് ആയിട്ടാണ് വന്നത്. ഓക്കെ, നേരത്തെ മെത്തേഡിൽ ഒരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നേരത്തെ മെത്തേഡ് കൊണ്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടാബിൽ എടുക്കാം. അതിന് മുമ്പ് ഞാൻ URL ജസ്റ്റ് കോപ്പി ചെയ്യാണ്, അവിടെ പേസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ഗെറ്റ് മെത്തേഡാണ് കൊടുത്തത്. ഈ ഗെറ്റ് മെത്തേഡ് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് വന്ന റെസ്പോൺസ് പറഞ്ഞാൽ കുറച്ച് ഡാറ്റാസ് ആണ്.
ഒരു ടൈറ്റിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വന്നത്. അതൊരു ജസ്റ്റ് ഡമ്മി ഡാറ്റ ആണ് അവർ തരുന്നത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ബാക്ക് എൻഡ് കോഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിവിടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കളക്ഷൻസ് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനോട് ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ പോസ്റ്റ് റിക്വസ്റ്റ് അല്ല, പോസ്റ്റ് API ഞാൻ ജസ്റ്റ് നെയിം ചെയ്യാണ്, നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇവിടെ കളക്ഷൻ നെയിം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളക്ഷൻ നെയിം സെലക്ട് ചെയ്യാണ്, സെലക്ട് ചെയ്തു, ജസ്റ്റ് സേവ് ടു സാമ്പിൾ. സേവ് ടു സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ API ഇവിടെ സേവ് ആയിട്ടുണ്ട്. എനിക്ക് ഇനി എപ്പോൾ വന്ന് നോക്കിയാൽ ഈ കളക്ഷൻ ഒന്ന് എടുത്ത് യൂസ് ചെയ്താണ്. ഞാൻ ഓരോ ടൈമിൽ ഇത് പുതിയ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ഇതും ഞാനൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാണ്, ഞാനും സേവ് ചെയ്യാൻ കൊടുക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഗെറ്റ് API, ജസ്റ്റ് ഞാൻ ഗെറ്റ് മെത്തേഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് API ആണെന്ന് വെച്ചാൽ ആ APIയുടെ കറക്റ്റ് ആയിട്ടുള്ള നെയിം കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഫോൾഡർ സാമ്പിൾ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ സേവ് ചെയ്തു. സേവ് ഗെറ്റും പോസ്റ്റും ആണ്. ഞാൻ അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്താലും എനിക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം API തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് വരും. സെയിം ഡാറ്റാസും എല്ലാതും അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡെവലപ്മെന്റ് ടൂളായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പോസ്റ്റ് ഒന്നുകൂടി ഹിറ്റ് ചെയ്ത് കാണിക്കണം. റെസ്പോൺസിന്റെ പാർട്ട് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് റിക്വസ്റ്റിന്റെ പാർട്ടാണ്. ഇനി നമുക്ക് അതിന്റെ റെസ്പോൺസിന്റെ പാർട്ട് ഡിസ്കസ് ചെയ്യാം. റെസ്പോൺസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പല രീതിയിലും വരുന്നുണ്ട്. കുക്കീസ് അവിടുന്ന് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുക്കീസ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ റെസ്പോൺസിനും ഹെഡർ ഉണ്ട്. നമുക്ക് റിക്വസ്റ്റിൽ ഹെഡർ ഉള്ള പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിനും ഹെഡർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസിൽ ഹെഡറിൽ വരുന്നത് വെച്ചാൽ കണ്ടന്റ് ഏത് ടൈപ്പാണ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ JSON ടൈപ്പ് ഡാറ്റ ആണ് അവർ തരുന്നത്, അതിന്റെ ലെങ്ത്, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കോമൺലി അധികാരം ഞാൻ ചെക്ക് ചെയ്യാറില്ല. അതുപോലെ ടെസ്റ്റ് റിസൾട്ട്, റിസൾട്ടിൽ എന്തെങ്കിലും ഇത് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ സ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനുള്ളതാണ് റിസൾട്ട്. നമ്മളിവിടെ കൂടുതലായിട്ട് നോക്കുകയാണ് APIയുടെ ബോഡിയിലായിരിക്കും കൂടുതൽ നോക്കുക. അപ്പോൾ ബോഡിയിൽ ഇവിടെ നമുക്ക് പ്രിന്റ് ഉണ്ട്, റോ വൈസ് ഉണ്ട്. റോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡാറ്റ, പിന്നെ പ്രിവ്യൂ ഉണ്ട്. പ്രിവ്യൂ ഇതാണ് നമുക്ക് ബ്രൗസറിൽ കൊടുത്താൽ വരിക. ഓക്കെ, അതേപോലെ തന്നെ വിഷ്വലൈസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ച് ബോധേഡ് ആവണ്ട. പ്രിന്റ് തന്നെയാണ് നോർമലി JSON ഡാറ്റാസും ഹാൻഡിൽ എളുപ്പം. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടും. ഇവിടെ ആണെങ്കിൽ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വരുന്നതാണ് സ്റ്റാറ്റസ് കോഡ്. ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APIയുടെ റെസ്പോൺസിൽ വരുന്ന സ്റ്റാറ്റസ് ആണ്. 200 ഉണ്ട്, 201 ഇതൊക്കെ സക്സസ്ഫുൾ ആണ്. 200 കാറ്റഗറിയിൽ വരുന്ന എല്ലാ സ്റ്റാറ്റസും സക്സസ്ഫുൾ ആണ്. 400 കേസിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ്വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ APIയുടെ റിലേറ്റഡ് ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ 500 വരുന്ന കാറ്റഗറികളിലെ എറർ മെസ്സേജുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എന്താ പറയുക സർവർ കോഡ്, ബാക്ക് എൻഡ് കോഡിൽ വരുന്ന ഇഷ്യൂസിനായിരിക്കും കൂടുതലായിട്ട് പ്രയോറിറ്റി. ഇതിപ്പോൾ നിങ്ങൾ നെയിം ചെയ്യണം പോലെ ഇരിക്കും കേട്ടോ. കുറേയൊക്കെ സർവർ കോഡ് എന്ന് പറഞ്ഞാൽ ക്രാഷ് ആവും, അങ്ങനത്തെ കേസുകൾ വരുമ്പോഴാണ് 500 വരിക. അതുപോലെ തന്നെ 300 വരുന്ന പറഞ്ഞാൽ റീഡയറക്ഷൻ, അങ്ങനത്തെ ഏരിയകളിലാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ എത്ര ടൈം എടുത്തു നിങ്ങൾ API ഹിറ്റ് ചെയ്തിട്ട് എടുക്കാൻ റെസ്പോൺസ് വരാൻ, ഈ ടൈം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ സൈസ്, എത്രത്തോളം റെസ്പോൺസിന് സൈസ് വന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഒരു ഫയലായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റ്മാൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുക അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷനും ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയണോ. അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലോക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇതിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ .com എന്ന് പറയുന്നതൊന്നും ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലോക്കൽ അല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് അങ്ങനെ കൊടുത്തു മാത്രം. ലോക്കൽ ഹോസ്റ്റ്, പിന്നെ ഏതെങ്കിലും പോർട്ട് ഉണ്ടെങ്കിൽ പോർട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ 3000 ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഇതിലിപ്പോൾ കറന്റ് എൻ്റെ സിസ്റ്റത്തിലൊന്നും റണ്ണിങ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് സാമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കാണിച്ചെന്ന് മാത്രം. അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ Node.jsന്റെ ട്യൂട്ടോറിയൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ലിങ്ക് ഇതിൽ കൊടുക്കാം, ഇൻഫർമേഷൻ ഐക്കണിൽ കൊടുക്കാം. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് പോസ്റ്റ്മാൻ യൂസിൽ. ഞാൻ അതിൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഇത് മനസ്സിലായിരിക്കുന്നു അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു.